നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാലും സോഫ്റ്റ് ആയിരിക്കുന്ന ചപ്പാത്തിയാണ്. ആദ്യം ആവശ്യാനുസരണം ഗോതമ്പ് പൊടി എടുക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളം കുറച്ചായി ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുക. മാവ് നന്നായി മൃദുവാകുന്നത് വരെ കുഴയ്ക്കുക. ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഇതാണ്. ഇനി ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. അധികം അമർത്താതെ പരത്തുക. കുറച്ച് മാവ് പൊടി ഇട്ടാൽ പരത്താൻ എളുപ്പമാകും. തവ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ചൂടായ തവയിൽ പരത്തിയ ചപ്പാത്തി ഇട്ട ശേഷം ചെറിയ കുമിളകൾ വരുമ്പോൾ ചട്ടുകം ഉപയോഗിച്ച് മറിച്ചിടുക. രണ്ടാമത്തെ വശം അല്പം വെന്താൽ വീണ്ടും മറിച്ചിട്ടിട്ട് ചട്ടുകം ഉപയോഗിച്ച് അമർത്തുക. ചപ്പാത്തി നന്നായി പൊങ്ങി വരുന്നത് കാണാം. ഇത് ആവർത്തിക്കുക. ഇവിടെ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് നല്ല മണവും കൂടുതൽ രുചിയും ലഭിക്കാൻ ഇത് സഹായിക്കും. എടുത്ത ഉടനെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അവതരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.